بسم الله الرحمن الرحيم. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم ويرى الذين أوتوا العلم الذي أنزل إليك من ربك هو الحق ويهدي إلى صراط العزيز الحميد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1472 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 3 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم ويرى الذين أوتوا العلم الذي أنزل إليك من ربك هو الحق ويهدي إلى صراط العزيز الحميد. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 3 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യ നിർവഹണ കാലത്ത് അതിന്റെ ആദ്യ നാളുകളിൽ ഒന്നുകിൽ അതിന്റെ മക്കയിലെ കാലഘട്ടത്തിലെ 1-ാമത്തെ ഘട്ടത്തിലോ അല്ലെങ്കിൽ തുടർന്നുള്ള താരതമ്യേന പ്രയാസരഹിതമായിരുന്ന 2-ാമത്തെ ഘട്ടത്തിലോ അവതരിച്ചതാണ് സൂറത്ത് സബ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. 54 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്തില് മക്കയിലെ അനുവാചകർ, പ്രബോധിതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തോട് സ്വീകരിച്ച നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുന്നയിച്ച ചോദ്യങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമായിട്ട് അടങ്ങിയിട്ടുള്ളത് എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഈ സൂറത്തിന്റെ പേര് സബ എന്നത് നിലവിൽ വരുന്നത് ഈ സൂറത്തിലെ 15-ാമത്തെ ആയത്തിലെ പരാമർശത്തിൽ നിന്നാണ്. ഇതിന്റെ ആദ്യത്തെ 2 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അവിടെ
ചൂണ്ടിക്കാണിക്കപ്പെട്ട മുഖ്യമായ കാര്യം, സ്തുതി അർഹിക്കുന്നത്, വാഴ്ത്തൽ അർഹിക്കുന്നത് വേറെ ആരുമല്ല, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലുള്ള സകലതിന്റെയും ഉടമസ്ഥനായ അള്ളാഹു മാത്രമാണ്. അവനാണ് ഹംദ് അർഹിക്കുന്നത്. ഈ ഹംദ് മറ്റു പലർക്കും നൽകുന്നതാണ് ഇസ്ലാം ഏറ്റവും വലിയ പാതകമായിട്ട്, തിന്മയായിട്ട്, അക്രമമായിട്ട് പറയുന്നത്. അതിനാണ് അടിസ്ഥാനപരമായിട്ട് ശിർക്ക് എന്ന് പറയും. ഈ പ്രപഞ്ച സാകല്യത്തിലെ സകലതിന്റെയും ഉടമസ്ഥൻ, സകലതിന്റെയും നാഥൻ, സകലതിന്റെയും സ്രഷ്ടാവ്, നിയന്ത്രകൻ, നിയന്താവ്, ഇതൊക്കെയും അള്ളാഹുവാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള അല്ലെങ്കിൽ അവയിലുള്ള സകലതിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവാണ് സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്നവനായിട്ടുള്ളത്. സ്തുതി പാരത്രിക ലോകത്തും അവന് തന്നെയാണ്. ഐഹിക ലോകത്ത് ചിലര് അത് അനർഹരായ പലർക്കും വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന് അർഹതയുള്ളത് അള്ളാഹു മാത്രമാണ്. പാരത്രിക ലോകത്ത് അവിടെയും സ്തുതി അള്ളാഹുവിന് തന്നെയാണ്. അവന് ഏറ്റവും യുക്തിജ്ഞനും അതുപോലെ സർവജ്ഞാനിയുമാണ് എന്ന കാര്യവും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് വന്ന് വീഴുന്നതും വന്ന് പതിക്കുന്നതും മണ്ണിൽ നിന്ന് രൂപപ്പെട്ട് പുറത്തേക്ക് വരുന്നതും ഒക്കെയും തന്നെ അവൻ അറിയുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കുന്നത്, അതുപോലെ ഭൂമിയിൽ നിന്ന് വാനിലേക്ക് ഉയർന്നു പോകുന്നതൊക്കെയും തന്നെ അവന്റെ അറിവിൽ പെട്ടതാണ്. അവൻ ഏറെ കരുണയുള്ളവനും അതുപോലെ പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് 3 മുതൽ 6 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത്. ആ ആയത്തുകളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തിനോടെ പ്രതികരിച്ചുകൊണ്ട് മക്കയിലെ ആളുകള് സ്വീകരിച്ച നിലപാടുകളും അവരുടെ എതിർപ്പുകളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നു എന്നത് കാണാൻ സാധിക്കും. നോക്കുക. വഖാലല്ലദീന കഫറു, നിഷേധികൾ പറയുന്നു. നിഷേധികൾ ഈ വിധത്തിലാണ് പറയുന്നത്. സത്യനിഷേധികൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ദൈവിക പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധരാവാതിരുന്ന മക്കയിലെ നിഷേധികൾ പറയുന്നത് ഇങ്ങനെയാണ്: ലാ തഅ്തീന സാ, ഈ അന്ത്യസമയം ഇങ്ങ് വരുന്നില്ലല്ലോ. ഈ കക്ഷി നമ്മളോട് കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ ഒരു അന്ത്യസമയം വരാനുണ്ട്, ലോകം അവസാനിക്കുന്ന ഒരു നാള് വരാനുണ്ട്, അതിനെ തുടർന്ന് പലതും ഉണ്ടാവും എന്നൊക്കെയാണല്ലോ ഇദ്ദേഹം കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തേ നമ്മൾ അതിനെ നിഷേധിച്ചിട്ടും നമ്മൾ അതിനെ വെല്ലുവിളിച്ചിട്ടും ഒന്നും ഈ അന്ത്യസമയം, ഈ ലോകാവസാനം അല്ലെങ്കിൽ ഈ പാരത്രിക ലോക ജീവിതത്തിന്റെ തുടക്കം അങ്ങ് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അവര് വലിയ പരിഹാസം ഉള്ളിലൊതുക്കിക്കൊണ്ട് ചോദിക്കുന്നത്. ഇതൊരു ചോദ്യമാണ്, ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന കാര്യമല്ല, പരിഹസിക്കുകയാണ്. അപ്പൊ ലാ തഅ്തീന സാ, സാഅത്ത് ഞങ്ങളിലേക്ക് വരുന്നില്ലല്ലോ എന്നാണ് അവര് പറയുന്നത്. അത് ഒരു അർത്ഥം വെച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലാണ്. സാഅത്ത് വരും എന്നൊരാൾ പറയുമ്പോ അതിനെ നിഷേധിക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. നിഷേധിക്കുക മാത്രമല്ല, ആ വാദഗതിയെ പരിഹസിക്കുക കൂടി ചെയ്യാണ്. വഖാലല്ലദീന കഫറു, നിഷേധികൾ ഇങ്ങനെയാണ് പറയുന്നത്: ലാ തഅ്തീന സാ, ഈ താക്കീത് ചെയ്യപ്പെട്ട സാഅത്ത്, അന്ത്യസമയം, പുനരുത്ഥാനം അല്ലെങ്കിൽ ഈ പരലോക ജീവിതത്തിന്റെ തുടക്കമായുള്ള ഈ അവസാന നാള്
അത് സംഭവിക്കുന്നില്ലല്ലോ, അത് നമ്മളിലേക്ക് എത്തുന്നില്ലല്ലോ. അപ്പോ അതിന് മറുപടി പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയാണ് തുടർന്ന്. ഖുൽ, പ്രവാചകരെ അവരോട് ഇങ്ങനെ പറയാം, ബലാ വറബ്ബീ ലതഅതിയന്നകും ആലിമിൽ ഗൈബ്, അദൃശ്യങ്ങൾ അറിയുന്നവനായ എന്റെ നാഥനാണ്. അദൃശ്യങ്ങൾ അറിയുന്നവൻ, അതിഭൗതിക കാര്യങ്ങൾ, മനുഷ്യന് ദൃഷ്ടിഗോചരമല്ലാത്ത, മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ലോകം, ആ ലോകത്തെക്കുറിച്ച് അറിവുള്ളവനായ എന്റെ നാഥൻ, ആ നാഥനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. അതാണ് എന്റെ സ്വരം. ബലാ വറബ്ബി, പറയുക പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുൽ, പറയുക പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പറയുക, ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമിൽ ഗൈബ്, ആലിമുൽ ഗൈബായ എന്റെ റബ്ബാണേ സത്യം, തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. സാഅത്ത് എന്ന ഈ അന്ത്യസമയം എന്ന ആ പ്രതിഭാസം ഒരു സംശയവും വേണ്ട. അദൃശ്യ ലോകങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവുള്ളവനായ എന്റെ നാഥനാണേ സത്യം. അതിഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനിയായ എന്റെ റബ്ബാണേ സത്യം. അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ബലാ വറബ്ബി, അതെ എന്റെ നാഥനാണ്. ലതഅതിയന്നകും, അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും, സാഴത്തെത്തും. ആലിമിൽ ഗൈബ്, ആലിമിൽ ഗൈബായ എന്റെ റബ്ബാണ്, അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ലാ യഅ്സുബു അൻഹു, അവനിൽ നിന്ന് യാതൊന്നും മറഞ്ഞു നിൽക്കുകയില്ല, അപ്രത്യക്ഷമായി നിൽക്കുകയില്ല. ലാ യഅ്സുബു അൻഹു, അവനിൽ നിന്ന് യാതൊന്നും ഒരു നിലക്കും ഗോപ്യമായി നിൽക്കുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും മറഞ്ഞിരിക്കുകയില്ല. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ, ഒരു അണുവിന്റെ അളവില്, അണുവിന്റെ തൂക്കം, ഒരു ആറ്റമിന്റെ തൂക്കം പോലും ഒരു സംഗതിയും അവന് അദൃശ്യമായി നിൽക്കുകയില്ല, അവനിൽ നിന്ന് ഒളിഞ്ഞിരിക്കുകയില്ല. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ, മിസ്ഖാലു ദർറത്തിൻ, മിസ്ഖാൽ എന്ന് പറഞ്ഞ തൂക്കം എന്നാണ്. സഖീൽ എന്നൊക്കെയുള്ള വാക്ക് വരുന്നത്, സഖുല, ഇതൊക്കെ വരുന്നത് ഈ വാക്കെന്നാണ്. മിസ്ഖാൽ, ഇതൊക്കെ ഒരേ റൂട്ടിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ അവനിൽ നിന്ന് ഒളിഞ്ഞിരിക്കുകയില്ല, മറഞ്ഞിരിക്കുകയില്ല, ഒരു ദർറത്തിന്റെ തൂക്കം പോലും ഉള്ള സംഗതി. ഒരു ദർറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അളവിലുള്ള അല്ലെങ്കിൽ തൂക്കത്തിലുള്ള ഒരു സംഗതി. ശാസ്ത്രീയ ഭാഷയിൽ ആറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അണുവിന്റെ തൂക്കമുള്ള സംഗതി പോലും അവനിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല. ഫിസ്സമാവാതി വല ഫിൽ അർള്, ആകാശങ്ങളിലായാലും ഭൂമിയിലായാലും, ഈ പ്രപഞ്ച സാകല്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ച സാകല്യത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളിൽ എവിടെയെങ്കിലും ഒരു അണുവിന്റെ തൂക്കമെങ്കിലും ഉള്ള ഒരു സംഗതിയും അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, ഗോപ്യമായിരിക്കുകയില്ല. വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ, അതിനേക്കാൾ ചെറുതാണെങ്കിലും അതിനേക്കാൾ വലുതാണെങ്കിലും മറഞ്ഞു നിൽക്കുകയില്ല. ഇവിടെ ആദ്യം ഒരു അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി സൂചിപ്പിച്ചിരിക്കുന്നത് മിസ്ഖാലു ദർറത്താണ്. ഒരു ആറ്റമിന്റെ ഭാരമാണ്, അല്ലെങ്കിൽ ഒരു അണുവിന്റെ ഭാരമുള്ളത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് അതിനേക്കാൾ ചെറുതാണെങ്കിലും മറഞ്ഞിരിക്കാൻ കഴിയില്ല, അതിനേക്കാൾ വലുതാണെങ്കിലും മറഞ്ഞിരിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ സങ്കല്പത്തിൽ ഏറ്റവും ചെറിയ ഒരു സംഗതി എന്നത് ഒരു
തന്മാത്രയുടെ ഒരു കണിക ആയിട്ട്, ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ ഒരു കണികയായ ഒരു ആറ്റമാണ്. അതിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഏറ്റവും ചെറിയ ഘടകത്തിനാണ് നമ്മൾ ഒരു വസ്തുവിന്റെ ആറ്റം എന്ന്, അല്ലെങ്കിൽ ഒരു സംഗതിയുടെ ആറ്റം എന്ന് പറയുന്നത്. പക്ഷെ അതിനെയും പിളർത്താൻ സാധിക്കും എന്നത് മനുഷ്യൻ മാത്രമല്ല, വലിയ ഊർജം റിലീസ് ചെയ്യാൻ കഴിയുന്ന വിധത്തില് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത് ശാസ്ത്രം കണ്ടെത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ നമ്മളുടെ ഈ ന്യൂക്ലിയർ പ്രോജക്റ്റുകളൊക്കെ പ്രയോഗത്തിൽ വന്നിട്ടുള്ളത്. വലിയ അതിന്റെ അണുവിനെ പിളർത്തുകയോ അല്ലെങ്കിൽ ഒന്നിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രക്രിയയിൽ നിന്ന് റിലീസ്ഡ് ആവുന്ന ഊർജം, അത് വലിയൊരു പഠന മേഖലയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഏറ്റവും ചെറിയ ഒരു കണം, ഒരു കണിക, മിസ്ഖാലു ദർറത്ത് മാത്രം ഉള്ളത്, അതുപോലും അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. അവന് ദൃഷ്ടിഗോചരമായതാണ്. ഇനി അതിനേക്കാൾ ചെറുതാണെങ്കിലും അതിനേക്കാൾ വലുതാണെങ്കിലും അവന് ഗോപ്യമല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ അവതരണം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷമാണ് അണുവിനേക്കാൾ ചെറിയ ഒരു സംഗതിയുടെ സാധ്യതയെക്കുറിച്ച് മനുഷ്യനൊക്കെ അറിയുന്നത്. പക്ഷെ ഖുർആൻ നേരത്തെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ആറ്റമിനേക്കാൾ ചെറിയ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് ഈ പരാമർശം നൽകുന്ന സൂചന. അപ്പൊ ആറ്റം ഒരു ബേസിക് യൂണിറ്റ് ആയി കണ്ടുകൊണ്ട്, മിസ്കാലു ദർറത്ത് ഒരു ബേസിക് യൂണിറ്റ് ആയി കണ്ടുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ ചെറുത് സാധ്യമാണ് അത്. പക്ഷെ ആ ഗുണഗണങ്ങളുള്ള വിധത്തിലാവുകയില്ല, വ്യത്യാസം ഉണ്ടാവും. അതിന്റെ പ്രത്യേകതകളിൽ, പ്രോപ്പർട്ടീസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഒരു മിസ്കാലു ദർറത്തുള്ള ഒരു സംഗതിയും അത് ആകാശങ്ങളിലായാലും ഭൂമിയിലായാലും അവനിൽ നിന്ന് ഗോപ്യമായി നിൽക്കുകയില്ല, മറഞ്ഞു നിൽക്കുകയില്ല. ഇനി അതിനേക്കാൾ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ എത്ര തന്നെ വലുതാണെങ്കിലും അതും അവനിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും സാധ്യതയുള്ളതാണ്. ചെറുതായാൽ മനുഷ്യന്റെ ഒരു കാഴ്ചയുടെ റേഞ്ചിന് ദൃഷ്ടിഗോചരമാക്കാൻ കഴിയുന്ന ഒരു വലിപ്പമില്ലാത്തതാണെങ്കിൽ, അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ, ആ റേഞ്ചിനേക്കാൾ ചെറുതാണെങ്കിൽ മനുഷ്യനെ കാണാൻ കഴിയില്ല. അതിനേക്കാൾ വലുതാണെങ്കിലും മനുഷ്യന് അത് കാണാൻ കഴിയില്ല. ഒരു കാഴ്ചയുടെ ഒരു റേഞ്ച് ഉണ്ട്. മനുഷ്യന് കാര്യങ്ങളെ വീക്ഷിക്കാൻ കഴിയുന്നതിന്റെ ഒരു രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് ഉണ്ട്. ഏറ്റവും ചെറുതും ഏറ്റവും വലുതും. ആ ഏറ്റവും ചെറുതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ചെറുതാണെങ്കിൽ കാണാൻ കഴിയില്ല. ഏറ്റവും വലുത് മനുഷ്യന് കാണാൻ കഴിയുന്ന ഒരു വലിപ്പമുണ്ട്. അതിനപ്പുറത്തേക്കുള്ളതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിൽ പെടുന്നതല്ല, അവന് കാണാൻ കഴിയുന്നതല്ല. പക്ഷെ അള്ളാഹു ഇവിടെ പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അണുവിന്റെ വലിപ്പമുള്ള, അണുവിന്റെ തൂക്കമുള്ള ഒരു സംഗതി ആകാശങ്ങളിൽ എവിടെയാണെങ്കിലും ഭൂമിയിൽ എവിടെയാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അത് മറഞ്ഞിരിക്കുന്നില്ല, അത് ഗോപ്യമല്ല, അവന്റെ ദൃഷ്ടിയിൽ തന്നെയാണ് അതുള്ളത്. ഇനി അതിനേക്കാൾ ചെറുതാണെങ്കിലും അതിനേക്കാളൊക്കെ അതിഭീകരമായ വലിപ്പമുള്ളതാണെങ്കിലും അവന് അത് ഗോപ്യമായതല്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതൊക്കെയും തന്നെ ഒരു വ്യക്തമായ കിതാബിൽ, വ്യക്തമായ ഡോക്യുമെന്റിൽ അതൊക്കെയും രേഖപ്പെടുത്തപ്പെട്ട വിധത്തിലാണുള്ളത്. അപ്പൊ ഒരു സംഗതിയും, ഒരു അണുതൂക്കം ഉള്ള ഒരു എൻറ്റിറ്റി ആണെങ്കിൽ പോലും അള്ളാഹുവിന്റെ രേഖയിൽ, അള്ളാഹുവിന്റെ പ്രമാണത്തിൽ അത് പെടാതെ പോവുകയില്ല. അള്ളാഹുവിന് അതൊക്കെ വളരെ പെർഫെക്റ്റ്ലി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണുള്ളത്.
അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ആരും കരുതണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗോപ്യമായത് എന്നൊരു സംഗതി ഇല്ല. എല്ലാം തന്നെ അവന്റെ കിതാബില് വ്യക്തമായിട്ട് തെളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. എപ്പോ വേണമെങ്കിലും അവന് സ്പോട്ട് ചെയ്യാനും കാണാനും കഴിയുന്ന വിധത്തില്, വളരെ തെളിഞ്ഞ വിധത്തിലാണ് എല്ലാം ഉള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനാണ് അള്ളാഹു ഈ വിധത്തിൽ എല്ലാം വെൽ ഡോക്യുമെന്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്? അതും വളരെ തെളിഞ്ഞ വിധത്തില്, വളരെ തെളിഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ഒരു കിതാബില്, ഒരു ഡോക്യുമെന്റിൽ അതൊക്കെയും ഉണ്ട് എന്നാണല്ലോ അള്ളാഹു പറയുന്നത്. അതൊരു വളരെ നേർത്ത, വളരെ ഭാരം കുറഞ്ഞ ഒരു ആറ്റം പോലെയുള്ള ഒരു കണികയാണെങ്കിലും, ഇനി അതിനേക്കാൾ ചെറുതാണെങ്കിലും, അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ക്വാളിറ്റി ഒക്കെ മാറിയിട്ടുണ്ടാവും. എന്നാൽ പോലും ഇനി അതിഭീകരമായ വലിപ്പമുള്ളതാണെങ്കിലും അതൊക്കെയും അവന്റെ കിതാബില് ഡോക്യുമെന്റഡ് ആയിട്ട് ആണ് ഉള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അതൊക്കെയും അവനെ സംബന്ധിച്ചിടത്തോളം ഗോപ്യമായിട്ട് യാതൊന്നുമില്ല. എല്ലാം അവന് വീക്ഷിക്കാൻ കഴിയുന്ന വ്യക്തതയോടുകൂടിയാണുള്ളത്. എന്തിനാണ് അള്ളാഹു ഈ വിധത്തില് സകലതും ഒരു രേഖയിലും പ്രമാണത്തിലുമായി വളരെ വ്യക്തതയോടുകൂടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. നിങ്ങൾ കരുതുന്ന പോലെയല്ല ജീവിതം എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചങ്ങ് തീർത്ത് ആനന്ദിച്ചും ആർഭാടം കാണിച്ചും അല്ലെങ്കിൽ എല്ലാ വിധത്തിലും ഉള്ള ഉത്തരവാദിത്ത രാഹിത്യം പ്രകടിപ്പിച്ചും ഒക്കെ അങ്ങ് ആഘോഷിച്ചു തീർത്താൽ പിന്നീട് അതൊന്നും പുനഃപരിശോധനയ്ക്ക് വിധേയമാവുകയില്ല എന്നാണ് മനുഷ്യൻ കരുതുന്നതെങ്കിൽ അത് മനുഷ്യന് സംഭവിക്കുന്ന വലിയൊരു പിഴവാണ്, തെറ്റാണ്. അള്ളാഹു പറയുന്നത് സകലതും ഒരു രേഖയിൽ, ഒരു പ്രമാണത്തിൽ, ഒരു കിതാബില് തെളിമയുള്ള വിധത്തിൽ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. വിശ്വാസം ഉൾക്കൊള്ളുകയും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ, സാലിഹായ കർമ്മങ്ങൾ, ഉത്തമമായ അന്യൂനമായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, അവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അത് മാത്രാണെന്നല്ല, അതും ആണ്, അതാണ്. അപ്പൊ ലിയജ്സിയ, അവന് പ്രതിഫലം നൽകേണ്ടതുണ്ട്. ആർക്കാണ്? അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. വിശ്വസിക്കുകയും ശരിയായ കർമ്മങ്ങള്, നല്ല കർമ്മങ്ങള്, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ആളുകൾക്ക് ജസാ നൽകുന്നതിന് വേണ്ടിയാണ്. ഉലൈക ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. അവർക്ക് പാപമോചനമുണ്ട്, ഏറ്റവും ഉദാരമായ, ഏറ്റവും മാന്യമായ വിഭവങ്ങളുമുണ്ട് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വിശ്വസിക്കുകയും ശരിയായ കർമ്മങ്ങൾ, ശരിയായ പ്രവർത്തനങ്ങൾ, ശരിയായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് അവൻ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്, എല്ലാം ഒരു കിതാബില് ആലേഖനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അവന്റെ പാപമോചനം നൽകുന്നു, അല്ലെങ്കിൽ അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുന്നു. അതേപോലെ അവർക്കായിട്ട് അവൻ റിസ്ഖുൻ കരീം, വളരെ ഉദാരമായ വിധത്തിലുള്ള വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. വളരെ മാന്യമായ, വളരെ ഉദാരതയോടുകൂടിയുള്ള ജീവിത വിഭവങ്ങൾ അവൻ അവർക്ക് പ്രതിഫലമായിട്ട് നൽകുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ വേറൊരു വിഭാഗം ആളുകളുണ്ട്. വല്ലദീന സഅഉ ഫീ ആയാതിനാ മുഅജിസീൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിച്ച് അവയെ തോൽപ്പിക്കാൻ നാം അവതരിപ്പിച്ച ജീവിത ദർശനത്തെ പരാജയപ്പെടുത്തി കളയാൻ, നമ്മുടെ ദീനിനെ പരാജയപ്പെടുത്തി കളയാൻ മുതിർന്നുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളുണ്ട്.
വല്ലദീന സഅഉ പ്രയത്നിക്കുന്നവര്, സഴി എന്ന് പറഞ്ഞ പ്രയത്നം എന്നാണ് അർത്ഥം. വല്ലദീന സഅഉ പ്രയത്നിക്കുന്ന ആളുകൾ, നിരന്തരമായിട്ട് ഒരു സംഗതിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്തിനാണ്? ഫി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തില്. നാം ദൃഷ്ടാന്തങ്ങളൊക്കെ അവതരിപ്പിച്ചത് മനുഷ്യന് ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അത് ദൈവിക ഗ്രന്ഥത്തിലെ വാക്യങ്ങളായാലും പ്രപഞ്ചത്തിലെ സാക്ഷ്യങ്ങളായാലും അതൊക്കെയും തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളാണ്. അത് അവതരിപ്പിച്ചതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് പകരം ദൈവിക ദൃഷ്ടാന്തങ്ങളെ, ദൈവിക വചനങ്ങളെ വെല്ലുവിളിക്കുന്ന മുആജിസീനായിട്ട്, മുആജിസ് എന്ന് പറഞ്ഞാല് തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന ഒരു പ്രകൃതം. അതാണ് ദൈവിക ദൃഷ്ടാന്തങ്ങളെ അവയുടെ പേർപ്പസ് സെർവ് ചെയ്യുന്നതിന് അനുവദിക്കാതെ അവയെ പരാജയപ്പെടുത്തി കളയണം, അതിനെ നിഷ്പ്രഭമാക്കണം, അതിനെ തോൽപ്പിച്ച് കളയണം എന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ. അത്തരം ആളുകൾ അവരുടെ പ്രയത്നങ്ങളൊക്കെ ചെലവഴിക്കുന്നത് അവര് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളവർ വല്ലദീന സഅഉ ഫീ ആയാതിന മുആജിസീൻ, മുആജിസീൻ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, അതിജയിക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ട്, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ അതിജയിക്കാൻ ആർക്കും സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അത് പലയിടങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും തോൽപ്പിച്ച് കളയുക എന്നത് ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ വചനങ്ങളെയും തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രപഞ്ചത്തിലേതായാലും അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലേതായാലും അവന്റെ ആയാത്തുകളെ തോൽപ്പിക്കുക, അവയെ നിഷ്പ്രഭമാക്കുക, അവയെ പരാജയപ്പെടുത്തുക എന്നത് ആർക്കും സാധ്യതയുള്ള ഒരു കാര്യമല്ല. സാധ്യതയുള്ളത് അതിൽ നിന്ന് അതിന്റെ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചറിവ് നേടുക എന്നതാണ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തുക എന്നതാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധ്യത. പലരും വെല്ലുവിളിക്കാനും തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും ഒക്കെ ആയിട്ട് വലിയ പ്രയത്നങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ടാവും. പക്ഷേ അത് വിജയിക്കാൻ പോകുന്നില്ല. വല്ലദീന സഅഉ ഫീ ആയാതിന മുആജിസീൻ, വെല്ലുവിളിച്ചുകൊണ്ട്, അതിജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, തോൽപ്പിച്ചു കളയാമെന്ന് കരുതിക്കൊണ്ട് അവന്റെ വചനങ്ങളെയോ ദൃഷ്ടാന്തങ്ങളെയോ സമീപിക്കുന്ന ആളുകൾ, ഉലൈക ലഹും അദാബുൻ മിൻ റിജ്സിൻ അലീം, അവർക്ക് ശിക്ഷയാണുള്ളത്, കടുത്ത ശിക്ഷ. എങ്ങനത്തേതാണ്? മിൻ റിജ്സിൻ അലീം, അപമാനിതരാക്കുന്ന ശിക്ഷ, വേദന കഠിനമായ ശിക്ഷ. രണ്ട് നിലക്കാണ് അതിന്റെ പ്രശ്നം. ഒന്ന്, ശാരീരികമായിട്ട് അത് അസഹ്യമായ വേദനയേൽപ്പിക്കും. രണ്ടാമത്തത്, അതിഭീകരമായ വിധത്തിൽ അപമാനിതനാക്കുകയും ചെയ്യും. അപമാനിതനാക്കി കളയുന്ന, അതികഠിനമായ വേദന പകരുന്ന ശിക്ഷയാണ് ഈ ആളുകൾക്കുള്ളത്. ആർക്കാണ്? അള്ളാഹു അസംഖ്യം പ്രതിഭാസങ്ങളായ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ വിന്യസിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ പ്രപഞ്ചത്തിൽ. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ഇൻസൈറ്റ് നേടുന്നതിന് പകരം, അതിൽ നിന്ന് വലിയ തിരിച്ചറിവും അതുപോലെ ജ്ഞാനവും നേടുന്നതിന് പകരം, അതിൽ നിന്നൊരു ഉൾക്കാഴ്ച നേടുന്നതിന് പകരം, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ തോൽപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവര് വൈകാതെ തന്നെ അതിഭീകരമായ വിധത്തില് അപമാനിതരാകാൻ പോകുന്നു. അതികഠിനമായ വേദനയുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനും പോകുന്നു. ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം. ആകാശഭൂമികളില് ഒരു അണുവിന്റെ തൂക്കമെങ്കിലും ഉള്ള ഒരു സംഗതിയും അവനിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല. എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരു കിതാബില്. എന്തിനാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്. എങ്ങനെ വിശ്വാസം ഉൾക്കൊള്ളുക? ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ വെളിച്ചത്തിൽ സത്യം ഉൾക്കൊള്ളുക, കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണുകയും ഉൾക്കാഴ്ച നേടുകയും അതിലൂടെ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിനും അവർക്ക് ഉദാരമായ വിഭവങ്ങളും
അതുപോലെ പാപമോചനവും നൽകുന്നതിനും വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം രേഖപ്പെടുത്തി വെക്കുന്നത്. ഒന്നാമത്തത് ഒരു പേർപ്പസ് അതാണ്. രണ്ടാമത്തത് അവന്റെ ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിഷേധത്തിൽ മുരടുറപ്പിച്ച് യാതൊരു പ്രയോജനവും ദൈവിക ദൃഷ്ടാന്തങ്ങൾ നൽകുന്ന ആ പ്രകാശത്തിൽ നിന്ന് നേടാതെ എല്ലാ സാധ്യതകളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞ മഹാഭാഗ്യദോഷികളുണ്ട്. അവർക്ക് അതികഠിനമായ ശിക്ഷയും മാനഹാനിയും നൽകുന്നതിനും വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെയും രേഖപ്പെടുത്തി വെക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വയറല്ലദീന ഊത്തുൽ ഇൽമല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ്. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്താണ് ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ സാധ്യത? ദൈവിക ദൃഷ്ടാന്തങ്ങൾക്ക് രണ്ട് പ്രതികരണങ്ങൾ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, അതിന്റെ കാമ്പ് ഉൾക്കൊണ്ട്, അന്തസ്സത്ത ഉൾക്കൊണ്ട് അതിൽ വിശ്വാസമുള്ളവരായി മാറുകയും അതിന്റെ അടിസ്ഥാനത്തില് ശരിയായ കർമ്മങ്ങള്, പ്രവർത്തനങ്ങള് നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, അവയെ വെല്ലുവിളിക്കാനും ധിക്കരിക്കാനും അവയിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കാൻ ശ്രമിക്കാതിരിക്കാനും ഒക്കെ അങ്ങനെയുള്ള സംഗതികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, അത്തരമാണ് അവരുടെ പ്രയത്നങ്ങൾ. അത്തരം ആളുകൾക്ക് കഠിനമായ ശിക്ഷ രണ്ടു വിധത്തില്, അവരെ മാനഹാനിപ്പെടുത്തുന്നതും കഠിനമായ വേദന ഏൽപ്പിക്കുന്നതുമായ ശിക്ഷ അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ സജ്ജീകരണം അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം ഇതൊക്കെയും അവരുടെ മുന്നിൽ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ് ഈ രേഖ അള്ളാഹു ഒരുക്കുന്നത് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. ഇനി അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന അസംഖ്യം ദൃഷ്ടാന്തങ്ങളുടെ, അസംഖ്യം ആയാത്തുകളുടെ, അത് പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളാവാം, ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളാവാം. ഇവയുടെ സാധ്യത എന്താണ് എന്നതാണ് അള്ളാഹു തുടർന്നുള്ള ഈ 6-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുന്നത്. നോക്കുക, വയറല്ലദീന ഊത്തുൽ ഇൽം, അറിവ് നൽകപ്പെട്ട ആളുകളുണ്ടല്ലോ. ആരാണ് അവര്? ജ്ഞാനികൾ, ശാസ്ത്രകാരന്മാർ, പണ്ഡിതന്മാർ, കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന അറിവുള്ള ആളുകൾ. എന്തായിരിക്കും അറിവുള്ള ആളുകൾ സത്യസന്ധതയോടുകൂടി നൽകുന്ന പ്രതികരണം ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശാസ്ത്രജ്ഞന്റെ കാര്യം സൂചിപ്പിച്ചുവല്ലോ. എംബ്രിയോളജിയിൽ പഠനം നടത്തിയ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഇസ്ലാമിലെ യുദ്ധ സമ്പ്രദായത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇടയായിട്ട് അദ്ദേഹത്തിന്റെ ശാസ്ത്രജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അത് ദൈവികമായ ഒരു നിർദ്ദേശമല്ലാത്ത മറ്റൊന്നുമാവുകയില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ഇവിടെ അള്ളാഹു പറയുന്നത്, ജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, അറിവുള്ളവർ, ശാസ്ത്രജ്ഞന്മാർ, പണ്ഡിതന്മാർ, ഇവരൊക്കെയും ഇസ്ലാമില് അല്ലദീന ഊത്തുൽ ഇൽം എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇൽമ് എന്നത് അറബി ഭാഷയിലും വിശുദ്ധ ഖുർആന്റെ സൂചനയിലൊക്കെ അറിവിന്റെ ഏത് തലവും ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ്. അതിന് ശാസ്ത്രം എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ മാനവിക പഠന മേഖലകൾ എന്ന് വിളിച്ചാലും അതൊക്കെയും തന്നെ വിശുദ്ധ ഖുർആന്റെ ടെർമിനോളജിയിൽ ഇൽമാണ്. അപ്പോൾ ഇൽമ് നൽകപ്പെട്ട ആളുകൾ, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള പരാമർശം പലയിടത്തും കാണാം. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ മൂസ അലൈഹി ഇസ്ലാം അറിവ് നൽകപ്പെട്ട ഒരാളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്ന കാര്യം വിവരിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. വേറെയും പലയിടത്തും അങ്ങനെയുള്ള പരാമർശങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത്, വയറല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകൾ നിശ്ചയമായിട്ടും കാണുന്നു. എന്തിലാണ്? അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് പറയുന്നത്, പ്രവാചകരെ, താങ്കൾക്ക് അവതീർണമായിട്ടുള്ള ഈ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടല്ലോ, ദൈവിക ഗ്രന്ഥം, ദൈവിക ദൃഷ്ടാന്തങ്ങൾ, അത് അവയിൽ അറിവുള്ളവർ കാണുന്നു. എന്താ കാണുന്നത്? ഹുവൽ ഹഖ്, അതാണ് സത്യം എന്നത്. ഈ അറിവുള്ള, ശാസ്ത്രബോധമുള്ള, ശാസ്ത്രജ്ഞാനമുള്ള, പാണ്ഡിത്യമുള്ള, കാര്യങ്ങളെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ
അറിവുള്ളവർ അവര് കാണുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, പ്രവാചകരെ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടല്ലോ, അത് ഹുവൽ ഹഖ്, അതാണ് സത്യം, അത് സത്യമാണ് എന്ന് അറിവ് നൽകപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. അറിവ് നൽകപ്പെട്ടവര് രണ്ട് തരമുണ്ട്. സത്യസന്ധത ഉള്ളവരുമുണ്ട്, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമുണ്ട്. ആ രണ്ടാമത്തെ വിഭാഗം ഇതിൽ പെടില്ല. സത്യസന്ധമായിട്ട് അറിവ് ഒരു വലിയ ദൗത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ പ്രവാചകരെ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട സംഗതികൾ വിലയിരുത്തിയാൽ അത് ഹുവൽ ഹഖ് എന്നാണ് പറയുക. അവർ കൃത്യമായിട്ടും പറയുക ഹുവൽ ഹഖ്, അതാണ് സത്യം എന്ന്. അത് സത്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ശാസ്ത്രജ്ഞന്റെ കാര്യം. അതുപോലെ നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ ബോധ്യപ്പെട്ടുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം ഹുവൽ ഹഖ് എന്നാണ്. ആധുനികരും പൗരാണികരുമായ അസംഖ്യം ആളുകളാണ്, വൈജ്ഞാനികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ് വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രവാചകരെ, താങ്കൾക്ക് അവതീർണമായിട്ടുള്ളത് ഈ വേദഗ്രന്ഥം, അള്ളാഹുവിന്റെ വെളിപ്പാടുകളുടെ ഈ സംഗ്രഹം, അത് ഹുവൽ ഹഖ്, അത് സത്യമാണ് എന്ന് അവര് കാണുന്നു, അവര് മനസ്സിലാക്കുന്നു. വയഹ്ദി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായവന്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതുമാണത് എന്നും അവര് സാക്ഷ്യപ്പെടുത്തുന്നു. ആരാണത്? അറിവ് നൽകപ്പെട്ടവർ. അത് വേദജ്ഞാനം കിട്ടിയ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. മക്കയിലും മദീനയിലും ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് വേദജ്ഞാനമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ വിവിധ ജ്ഞാന മേഖലകളിൽ അറിവുള്ളവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മനുഷ്യ സമൂഹം വലിയ നാഗരിക മുന്നേറ്റം നടത്തിയ ഘട്ടത്തില് ശാസ്ത്രം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവിക വെളിപ്പാടുകളെ വിലയിരുത്തിക്കൊണ്ട് അത് സത്യമാണ് എന്ന് അറിവുള്ളവർ, ജ്ഞാനമുള്ളവർ, ശാസ്ത്രബോധമുള്ളവർ വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, അവർ ചേർത്ത് പറഞ്ഞൊരു കാര്യം വയഹ്ദി, അവര് പറഞ്ഞ കാര്യം വയഹ്ദി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, പ്രതാപവാനും സ്തുത്യർഹനുമായവന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതുമാണിത് എന്നാണ് അവർ പറഞ്ഞത്. അൽ അസീസ് അൽ ഹമീദ് എന്നത് അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങളാണ്. നമ്മൾ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയാറുണ്ടല്ലോ, അവയിൽ പെട്ടതാണ്. അൽ അസീസ് പ്രതാപവാനാണ്, അതുപോലെ അൽ ഹമീദ് സ്തുതി അർഹിക്കുന്നവനുമാണ്. അപ്പോ പ്രതാപവാനും സ്തുതി അർഹിക്കുന്നവനുമായവന്റെ സിറാത്ത്, അവന്റെ മാർഗം, അവന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതുമാണ് ഈ ദൈവിക വെളിപ്പാടുകൾ എന്ന സാക്ഷ്യമാണ് അറിവിന്റെ ലോകം ഏറ്റുപറയുന്നത്, സമ്മതിച്ചു പറയുന്നത്. ജ്ഞാനം നൽകപ്പെട്ട ഒരാളും തന്നെ സത്യസന്ധതയുള്ളവരാണെങ്കിൽ ഈ ദൈവിക വെളിപ്പാടുകളെ നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുകയില്ല. അവയെ തള്ളിക്കളയാനുള്ള ധൈര്യം അവരാരും കാണിക്കുകയില്ല. അറിവ് നൽകപ്പെട്ടവർ സത്യസന്ധതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ കാര്യം, അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന ഈ വെളിപ്പാടുകളൊക്കെയും തന്നെ സത്യമാണ് എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തും. അവരത് മനസ്സിലാക്കും, തിരിച്ചറിയും, അത് സാക്ഷ്യപ്പെടുത്തും. മാത്രവുമല്ല, സ്തുത്യർഹനും പ്രതാപിയുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള വഴി കാണിക്കലാണിത് എന്നുകൂടി അവര് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയും. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.